മുഹറലാണല്ലോ, അതും കൂടി പറയാം. ഹബീബായ തങ്ങളെ നിന്ദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മടവൂര് ശൈഖുനെ നിന്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ശംസുൽ ഉലമയെ അന്നേ പോലെ നിന്ദിച്ചു. ശംസുൽ ഉലമനെ കളിയാക്കിയൊക്കെ സംസാരിച്ചു അല്ലേ? അങ്ങനെ എല്ലാ മഹാന്മാരെയും. അതിലേറ്റവും പ്രധാനമാണ് ഈ സമയത്ത് നമുക്ക് എടുത്തു പറയാനുള്ളത് അഹ്ലു ബൈത്തി റസൂലില്ലാഹ്. അഹ്ലു ബൈത്തി റസൂലില്ലാഹ്, ഹബീബായ തങ്ങളുടെ അഹ്ലു ബൈത്തിനോടുള്ള ആദരവ്. ഇന്ന് അഹ്ലു ബൈത്തിന്റെ കാരണവന്മാർ നമ്മൾ എണ്ണിയില്ലേ? നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദ് യഹിയൽ ബുഖാരി, അള്ളാഹു അവരുടെ മദദ് നമുക്ക് നൽകട്ടെ. യഹിയൽ ബുഖാരി തങ്ങളെ തടഞ്ഞവരാണിവർ. സ്വന്തം ശൈഖിന്റെ ഉറൂസിന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഇറക്കി വിട്ട ടീമാണിവർ. ഇതേ പണിയാണ് അന്ന് യസീദിന്റെ നേതൃത്വത്തിൽ ആര് ചെയ്തത്? ഇബ്നു സിയാദും പട്ടാളക്കാരും ചെയ്തത്. എന്തായിരുന്നു കർബല? എന്തായിരുന്നു കർബല മുഹറം 10 സംഭവിച്ചത്? ഹബീബായ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടത്തെ സമീപത്ത് ഒരിക്കൽ ഉമ്മു സലമ ബീവി ഉണ്ട്. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ ഇരിക്കുന്നു. അവരുടെ മടിയിൽ ആരുണ്ട്? സയ്യിദുനാ ഹുസൈൻ. ഹുസൈനാര് തങ്ങളുണ്ട്. അപ്പൊ അവിടെ വരികയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയാണ്, ഹബീബായ തങ്ങളെ, അങ്ങയുടെ ഈ പൊന്നു മോനെ ഇവര് അങ്ങയുടെ ഉമ്മത്ത് തന്നെ കൊല്ലും നബിയേ. കരയുകയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് കർബലയിൽ നിന്നുള്ള മണ്ണ് കൊണ്ടുവരുന്നു മലക്ക് ജിബ്രീൽ. ആ മണ്ണ് കാണിച്ചു കൊടുക്കുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ആ മണ്ണ് ഒരു കുപ്പിയിലിട്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂക്ഷിക്കാൻ പറയുന്നു. ഉമ്മു സലമ ബിയോട് പറയാ, അയ്യോ സൂക്ഷിച്ചോ, ഹുസൈനാര് കൊല ചെയ്യപ്പെടുന്ന അന്ന് ഈ സാധനം രക്തമായി മാറും. വളരെ ശക്തമായിട്ട് ഹുസൈനാരെ മദ്ഹ് ഇങ്ങനെ പറയുന്ന, മൻ അഹബ്ബ ഹുസൈന ഫഖദ് അഹബ്ബല്ലാഹ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അവനെ അല്ലാഹ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അന മിൻ ഹുസൈൻ വഹുസൈനും മിന്നീ സദഖ റസൂലുള്ളാഹി. അഹ്ലുൽ അബായിൽ അവരുണ്ട്. അതാണ് ആ പുതപ്പ് അല്ലെ, ഒരു പുതപ്പിന്റെ ചോട്ടിലാക്കി ആദ്യം ആരെ? അലിയാരെ, ഫാത്തിമ ബീവിയെ, ഹസൻ റളിയല്ലാഹു അൻഹുവിനെ, ഹുസൈൻ റളിയല്ലാഹു അൻഹു. പിന്നെ ആരും? ലീ ഖംസത്തുൻ ഉതുഫി ബിഹാ ഹർറൽ വബാഇൽ ഹാത്തിമ. ആരൊക്കെയാണത്? അൽ മുസ്തഫ വൽ മുർത്തള വബ്നാഹുമാ വൽ ഫാത്തിമ. അങ്ങനെയാണ് 4 ഖലീഫമാരെ ഭരണം കഴിയുന്നു. അലിയാർ ഷഹീദാകുന്നു റളിയല്ലാഹു അൻഹു. മുആവിയ, അങ്ങനെ ഹസൻ, ഇവരെല്ലാം റളിയല്ലാഹു അൻഹു ഇവര് ഭരണം നടത്തുന്നു. മുആവിയ ഭരണം നടത്തിയപ്പോ പിന്നീട് ഭരണാധികാരിയാകുന്ന ആരാ? യസീദാണ്. മുആവിയ തങ്ങളെ മകനാണ് ആര്? യസീദ്. യസീദിന്റെ ഭരണം അതാണ് ഇതിനൊക്കെ കാരണമായത്. യസീദിനെ ഭരണാധികാരി ആക്കുന്നതിനോട് തന്നെ പലരും എതിർപ്പുണ്ടായിരുന്നു. അയ്യാതി കുരുത്തം കെട്ട കളിയാണ് ഈ മറ്റേ ബിസിനസ്മാനെ പോലെ, വാപ്പന്നായിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയാണ് കൂഫയിൽ യസീദിന്റെ നേതൃത്വത്തിൽ ഭരണം വരുന്നത്. പക്ഷെ ആ ഭരണം ഇസ്ലാമിക ശരീഅത്തിന് നിരക്കാത്തത് കൊണ്ട് തന്നെ പ്രഗത്ഭരായ ആളുകളൊന്നും അത് അംഗീകരിച്ചില്ല. അത് അംഗീകരിക്കാത്ത പ്രധാനികളിൽ ആരുണ്ട്? സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു. അങ്ങനെ ഹുസൈനാര് മദീനയിൽ നിന്ന് കൂഫയിലേക്ക് പുറപ്പെടാണ്. വലിയ സംഭവമാണ്. അൻവരി ഉസ്താദിനെ കുറിച്ച് പാട്ടുകൾ എഴുതിയിട്ട് നമ്മളൊക്കെ കേട്ടതാണ്. ഞാൻ എൻ്റെ രത്ന ചുരുക്കാ പറയുന്നത്. കൂഫയിൽ നിന്ന് ആളുകൾ കത്തെഴുതാണ് നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഹുസൈനാര് പോകുന്നത് എങ്ങനെ? ആരുടെ നിർദ്ദേശത്തിലാണ്? നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മദീനയിൽ വന്ന് സമ്മതമാക്കി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശത്തിൽ പോവാണ് കൂഫയിലേക്ക്.
അഹ്ലുബൈത്തിൽപ്പെട്ട ഉമ്മമാരുണ്ട്, ചെറിയ മക്കളുണ്ട്. ആ യാത്രയാണ്, അതൊരു വലിയ സന്ദേശം തരുന്ന യാത്രയായിരുന്നു. ഈ ഉമ്മത്തിൽ മുനാഫിക്കീങ്ങൾ ഉണ്ടെന്നും അവരെ സൂക്ഷിക്കണമെന്നും അവരാണ് ഈ ഉമ്മത്തിന്റെ നാശമെന്നും അവരാണ് സൂക്ഷിക്കപ്പെടേണ്ടതെന്നും വലിയ സന്ദേശം നൽകി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഹാദത്ത് സ്വന്തം ശരീരത്തിലൂടെ ഇവിടെ തെളിയിച്ച് നീങ്ങിയ ഹുസൈനാരുടെ യാത്ര. കുഫയിലെത്തി. യസീദിന്റെ ഭരണാധികാരി ഓനാ. ഇബ്നു സിയാദിന്റെ നേതൃത്വത്തിൽ പട്ടാളക്കാരിറക്കി. അഹ്ലുബൈത്തി റസൂലില്ലാഹ്, അഹ്ലുബൈത്തിനെ മുഴുവനായി അലി സൈനുൽ ആബിദീൻ എന്ന ചെറിയ മോന് അവരെ കണ്ണിൽ പെടാത്തത് കൊണ്ട് മാത്രം രക്ഷപ്പെടാണ്. അല്ലാത്ത അഹ്ലുബൈത്തിലെ ഉമ്മമാരെ മുഴുവനും കൊല ചെയ്യുകയാണ്. ആ നേരത്ത് ഹുസൈനാര് തങ്ങളും അഹ്ലുബൈത്തും ദാഹിച്ച് കരയുന്നുണ്ട്. കർബലയുടെ ഓരത്തുകൂടി യൂഫ്രട്ടീസ് നദി കടന്നു പോകുന്നു. ഒരിറ്റി വെള്ളത്തിന് വേണ്ടി കരഞ്ഞു അവർ. ഇബ്നു സിയാദിന്റെ നേതൃത്വത്തിൽ വന്ന പട്ടാളക്കാർ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ കർബലയിൽ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്ന സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കഴുത്തറുത്ത് കൊല ചെയ്യുകയാണ്. അവിടെ നിന്ന് ഷഹീദാവുകയാണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നീചനാണ് യസീദ് എന്ന് പണ്ഡിതന്മാർക്ക് തർക്കമില്ല. അവന്റെ പേര് കേട്ടാൽ ലഅനത്തുല്ലാഹി അലൈഹി പറയണോ വേണ്ടേ? അതുവരെ ചർച്ചയാണ്. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറയുന്നത് അവന്റെ പേര് കേട്ടാൽ ലഅനത്തുല്ലാഹി അലൈഹി പറയണമെന്നാണ്. കാരണം അവൻ കളിച്ചത് ആരോടാണ്? ഹുസൈൻ തങ്ങളോടാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബനമർപ്പിച്ച ആ പരിശുദ്ധമായ ശരീരം അല്ലേ, അവിടത്തെ ശരീരം ടച്ച് ചെയ്ത ശരീരം, ജിബ്രീൽ താരാട്ട് പാടി ഉറക്കിയ ആ പൊന്നുമോൻ, അവരെ കൊല ചെയ്യുമ്പോ ആ കൊല ചെയ്ത ടീമിനോട് ഒരു കാലത്തും അഹ്ലുസുന്നക്ക് ബന്ധമില്ല. എന്നാൽ അന്ന് തന്നെ നാസിബിയത്ത് എന്നൊരു ടീമുണ്ട്. അവർ യസീദിന്റെ ഫാനാണ്, യസീദികളാണ് അവർ. യസീദിനെ മദ്ഹ് പറയും. ഹുസൈനാര് ചെയ്തതാണ് തെറ്റിയെന്നവർ വാദിച്ചു. ഈ ടീമാണ് ഇന്ന് കാന്തപുരം സമസ്ത. യസീദികൾ വെറുതെ പറഞ്ഞതല്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്തിനെ കുറിച്ച് മഅ്ദിനിലെ മുദർരിസ് പറഞ്ഞത് അത് ആത്മഹത്യയാണെന്നാണ്. നേരത്തെ തൊയ്യിൽ ഉസ്താദ് കുറച്ച് വിശാലായി സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭാഗം മാത്രം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും. തങ്ങൾ ഇജ്തിഹാദിൽ വന്ന അബദ്ധമാണെങ്കിലും വലിയ ഒരു ശ്രദ്ധക്കുറവ് പറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് ഉണർത്താതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അക്കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ വൻശക്തിയായ രാഷ്ട്രമാണ് യസീദിന്റെ നേതൃത്വത്തിൽ ഡമസ്കസ് തലസ്ഥാനമായി നടക്കുന്ന മുസ്ലിം ഭരണകൂടം. ലോക വൻശക്തികളെ കുഞ്ചിക്ക് പിടിച്ച് കിടുകിടാവർപ്പിച്ച ഭരണകൂടത്തിനോട് മല്ലിടാനാണ്, യുദ്ധം ചെയ്യാനാണ് പുറപ്പെടുന്നത്. നിരായുധരായ 72 ആളുകളെയും കൂട്ടിയിട്ട് ഈ പോയ പോക്ക് ആത്മഹത്യാപരമാണ്. ആരെ കുറിച്ചായി പറയുന്നത്? സയ്യിദുനാ ഹുസൈൻ. ആരെ നിർദ്ദേശത്തിലാ യാത്ര? നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങൾ പോകാൻ പറഞ്ഞു പോയി, ഷഹാദത്ത് വരിച്ചു. അതിനെക്കുറിച്ചാണ് ആത്മഹത്യ എന്ന് ഈ ചങ്ങാതി പറഞ്ഞത്. ഇനി ഞാൻ അതിൻ്റെ പുതിയ അപ്ഡേഷനാ പറയാൻ പോകുന്നത്. ഇത് തിരുത്തുന്നല്ലേ നമ്മളൊക്കെ വിചാരിച്ച്. എന്നാൽ ഇതാ പുതിയ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. സുലൈമാൻ ഫൈസി കീശേരി ഉമവിയ ഖിലാഫത്ത്. ബുക്കൊന്ന് കാണിച്ചു കൊടുക്ക്. ഷിയാ ഫൈസി ഓനങ്ങനെ പേരിടാൻ പറ്റുള്ളൂ. ആരാ ഈ ബുക്ക് ഇറക്കിയത്? ഈ ബുക്ക് ഇറക്കിയത് ഉറുവ പബ്ലിക്കേഷൻസ്, പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മഅ്ദിൻ അക്കാഡമി.
മഹ്ദി നേരിട്ടിറക്കിയ ബുക്ക. തങ്ങൾ കാരണം ഒരാളോട് ഇരിക്കുന്നുണ്ടല്ലോ, ശരിക്കും ഉത്തരം പറയേണ്ടി വരും ഇതിന്. ഈ പുസ്തകത്തിൽ എന്തൊക്കെയാണ് എഴുതി കൂട്ടിയത് ചില സൂചനകൾ മാത്രം തരികയാണ്. ആത്മഹത്യയാണെന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ ഇതിൽ എഴുതി വച്ചിട്ടുണ്ട്. 190 പേജ്, 190 പേജിൽ അതും ഒരു മഹാന്റെ പേരിൽ ഒരു കള്ളത്തരം. ഹുസൈനാർ പോകുമ്പോൾ ഹുസൈനാരോട് വന്ന് പറഞ്ഞല്ലോ ഈ പോക്ക് ആത്മഹത്യാപരമാണ്, സ്വന്തം വകയിൽ എഴുതിയതാ. ഇയാൾ എഴുതുന്നില്ല, നിങ്ങൾ എന്താ പറഞ്ഞേ? മിസ്വർ ബനു മഹ്റഖ് നേരിട്ട് ഹുസൈൻ്റെ അടുത്തേക്ക് പോകാൻ, അങ്ങനെയൊക്കെയാണ് ഇതിൽ അധികവും എഴുതിയത്. ഹുസൈൻ്റെ അടുത്തേക്ക് ഇവൻ്റെ അമ്മായിൻ്റെ കുട്ടിയാൻ തോന്നിപ്പോകും. സയ്യിദുനാ ഹുസൈൻ ഹുസൈനാരെ അടുത്തേക്ക് പോകുമ്പോൾ കൊടുത്തയച്ച കത്തിൽ എഴുതിയത് പറയാം, ഇറാഖ് ലക്ഷ്യം വെച്ചുള്ള യാത്ര ആത്മഹത്യാപരമാണ്. ആത്മഹത്യാപരമാണെന്ന് അന്ന് പറഞ്ഞു എന്നാ പറഞ്ഞത്. അന്ന് പറഞ്ഞു എന്നുള്ളതൊരു കള്ളം, പച്ചക്കള്ളം. അങ്ങനെ ലഫ്ല ആരും പറഞ്ഞില്ല. ഇയാൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ആത്മഹത്യയാണ് എന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ പറഞ്ഞതിന് തെളിവുണ്ടാക്കുകയാണ്. അപ്പൊ അതിൽ ഉറച്ചു നിൽക്കുന്നു, ആത്മഹത്യയാണെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് എന്നാ പറഞ്ഞു വരുന്നത്. മാത്രല്ല ഇനി ഇതിലൊരു വാക്കുണ്ട്, അതും കൂടി നമുക്കൊന്ന് വായിക്കാം. ആ പേജ് ഉണ്ടല്ലോ, രണ്ടൊന്ന് കാണിച്ചു കൊടുക്കും. ഇപ്പൊ ഞാൻ വായിച്ചതാണ്, അതിൽ കാണാം. പിന്നെ ആത്മഹത്യാപരമാണ്, കണ്ടില്ല, ഇറാഖ് ലക്ഷ്യം വെച്ചുള്ള യാത്ര ആത്മഹത്യാപരമാണ്. ആരെ യാത്ര? സയ്യിദുനാ ഹുസൈൻ. ഇനി ഇതിന്റെ 225 പേജ് ഒന്ന് വായിച്ചു നോക്കാം. അതിലെന്താ പറയുന്നത് അറിയോ? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ യസീദിന്റെ ടീം കൊന്നത് നിർബന്ധമായ ഒരു കാര്യം അവർ ചെയ്തതാണ് എന്നാ പറഞ്ഞത്. അതാണ്, അതൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ ചെങ്ങായിമാര് ഇ കെ ഉസ്താദ് അന്ന് പറഞ്ഞ വാക്കിന്റെ വില എത്രയാണ് കാണിച്ചു കൊടുക്കും. 225 പേജ്, അതിന്റെ ലാസ്റ്റ് വരെയാണ്. അതാ, ഈ കാരണങ്ങളുടെ പേരിൽ ഇബ്നു സിയാദും ഉമവി ഭരണകൂടവും വിമർശന വിധേയരാണെങ്കിലും, പലരും ഉപരെ വിമർശിച്ചിട്ടുണ്ടെന്നാലും ഹുസൈൻ റളിയല്ലാഹു അൻഹു നടത്തിയ നീക്കത്തിനെതിരെ എടുത്ത നടപടികളുടെ പേരിൽ ഉമവി ഭരണാധികാരികളെ പൂർണ്ണമായി അടിച്ചാക്ഷേപിക്കാൻ നിർവാഹമില്ല. എങ്ങനെ? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നതിന്റെ പേരിൽ ഉമവി ഭരണാധികാരി എന്ന അന്നത്തെ ഭരണാധികാരിയാണ് യസീദ്, ഓനെ അടച്ച് ആക്ഷേപിക്കാൻ നിർവാഹമില്ല. ഹുസൈനാരെ കൊന്നതിന്റെ പേരിൽ ഓനെ ആക്ഷേപിക്കാൻ പാടില്ല. എന്താ കാരണം കേട്ടോളൂ. നിലവിൽ ഒരു ഖലീഫ ഉണ്ടായിരിക്കെ അദ്ദേഹത്തിന് കീഴിലുള്ള ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചാൽ, ഒരു രാഷ്ട്രത്തിനുള്ളിൽ മറ്റൊരു രാഷ്ട്രം നിർമ്മിക്കാൻ ശ്രമിച്ചാൽ അതിനു മുതിരുന്നവരെ കൊന്നുകളയുക എന്നതാണ് തിരുനബിയുടെ അധ്യാപനം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ പാട് പറഞ്ഞ്? യസീദിന്റെ കീഴിൽ ഒരു ഭരണം നടക്കുക, അവിടേക്ക് ആ ഭരണത്തെ അസ്ഥിരപ്പെടുത്തുന്ന രൂപത്തിൽ ഹുസൈനാര് പോയാൽ ആ ഹുസൈനാരെ കൊന്നുകളയണമെന്നാണ് അത്ര നിർദ്ദേശമുള്ളത്. ആരെ? റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി. അപ്പോൾ ചെയ്തത് നിർബന്ധമായ ഒരു കാര്യമാണ് എന്ന് അപ്പോൾ അയാൾ പറഞ്ഞു വരുന്നത്. ഇവരല്ലേ യസീദികൾ എന്ന് പറയുന്നത്? ആ ഭരണത്തെ ആര് അംഗീകരിച്ചിട്ടല്ല? സയ്യിദുനാ ഹുസൈൻ. യസീദിന്റെ ഭരണം ഇസ്ലാമും തമ്മിൽ എന്ത് ബന്ധമോ? ആ ഭരണം തന്നെ ശരിയല്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഹുസൈനാരെ ബൈഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വിളിച്ചത്. ഇനി ഏറിപ്പോയാൽ ഹുസൈനാരെ അവിടെ നല്ല രൂപത്തിൽ ഒന്ന് താമസിപ്പിച്ച് അവർക്ക് ജീവിക്കാനുള്ള അവസരമല്ലേ ഈ മുസ്ലിം നാമധാരിയായ യസീദ് ചെയ്യേണ്ടിയിരുന്നത്? എന്നിട്ട് കൊന്നുകളയുന്നത് നേരത്തെയുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അയാൾ ചെയ്തത് നിർബന്ധമായ കാര്യമാണ്. പച്ച മലയാളത്തിലാണ് എഴുതി വെച്ചത്. അപ്പൊ ആത്മഹത്യയാണെന്ന് മാത്രമല്ല, ഇയാൾ ചെയ്ത കാര്യം വളരെ. ഇനി ഇതിന്റെ 250 പേജ് ഒന്ന് മറിച്ച് നോക്കാം. അത് ഫുൾ നമുക്ക് വിലയിരുത്തേണ്ടിയുണ്ട്.
AP വിഭാഗം എന്നത് ഏറ്റവും തരം താഴ്ന്ന ടീമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേത്. ഇതില് 250-ാമത്തെ പേജിൽ ഒരു ഹെഡിങ്, യസീദിന്റെ നന്മകൾ. യസീദിന്റെ നന്മകൾ. എടോ, യസീദിന്റെ നന്മകളോ? ആരാടോ യസീദ്? മുസ്ലിം സമൂഹത്തിന്റെ നേതാവ് സയ്യിദുന ഹുസൈൻ. അവരെ കൊന്ന ഈ പഹയന് നന്മയോ? ഇയാൾ പറയാ, യസീദ് ഇബ്നു മുആവിയയുടെ ഭരണകാലത്ത് ധാരാളം ഇസ്ലാമിക മുന്നേറ്റങ്ങളും പുരോഗമന പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. ഓൻ എന്ത് പുരോഗമനാണോ നടത്തിയത്? അഹ്ലുൽ ബൈത്തിനെ കൊന്നൊടുക്കിയതോ? അഹ്ലുൽ ബൈത്തിലെ പാവപ്പെട്ട ഉമ്മമാരെ ഒരു വെള്ളം പോലും കൊടുക്കാതെ കൊന്നതാണോ യസീദ് ചെയ്ത നന്മ? എന്തായി പറയുന്നത്? അതിനുവേണ്ടി ഹെഡിങ്, യസീദിനെ രക്ഷപ്പെടുത്താൻ അന്ന് നാസിബിയത്ത് കൊണ്ടുവന്ന എല്ലാ കഥകളും ഇതിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. എവിടേക്കാ നിങ്ങളെ യാത്ര? ഇത് മഹ്ദിൻ പുറത്തിറക്കിയ സാധനല്ലേ ഇത്? എന്താ ഇവന്റെ കഥ? എന്തെല്ലാം സംഭവം. ഇനി ഏറ്റവും വലിയ സംഗതി എന്താ അറിയോ? ഹുസൈനാരെ കുറിച്ച് പറഞ്ഞ, ഷഹാദത്തിനെ കുറിച്ച് പറയേണ്ട ചരിത്രം മുഴുവൻ ഞാൻ വായിച്ചു നോക്കി. എല്ലാ സ്ഥലത്തും അയാൾ എഴുതിയ ഭാഷ എന്താണെന്നറിയോ? ഹുസൈൻ വധിക്കപ്പെട്ടു, ഹുസൈൻ കൊല്ലപ്പെട്ടു, ഹുസൈൻ വാളിനിരയായി. ഒരു തവണ പോലും ഹുസൈനാര് ഷഹീദായി എന്ന് പറയാൻ ഈ ചങ്ങാതി ഒരു തവണ പോലും തയ്യാറായിട്ടില്ല. ഷഹീദല്ലേ അവര്? ഇവന്റെ അർത്ഥത്തിൽ ഷഹീദാവൂലല്ലോ, കാരണം ഭരണാധികാരി നിർബന്ധമായി കൊന്നതല്ലേ, പിന്നെ ഷഹീദാവൂലല്ലോ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം എന്താ? സയ്യിദുന ഹുസൈൻ അവര് സയ്യിദുസ് ശുഹദാ, സയ്യിദുസ് ശുഹദാ അല്ലേ? എന്നിട്ട് ഒരു പേജിൽ ഇവൻ ചോദിക്കുന്നുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് കൊല്ലപ്പെട്ടതല്ലേ, അലിയാർ കൊല്ലപ്പെട്ടതല്ലേ, അവിടെ ഒന്നുമില്ലാത്ത ദുഃഖം എന്തിനാ ഹുസൈൻ കൊല്ലപ്പെടുമ്പോൾ? ഏപ്പിക്കാരെ മുഴുവൻ സ്ഥാപനല്ലേ മഹ്ദിന് നിന്ന് ഓന്റെ ചോദ്യം ഞാൻ ഈ പറയുന്നത്. കെ എം മൗലവി ചോദിച്ചതല്ല. കെ എം മൗലവി അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവില്ല, മുജാഹിദ് അങ്ങനെ എഴുതിയിട്ടുണ്ടാവില്ല. എല്ലാ സംഭവങ്ങളും എഴുതി. എന്നിട്ട് ആ ഇബ്നു യസീദിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇബ്നു സിയാദിനെ കുറിച്ച്. ഓനാ നേരിട്ടത് കൊന്നത്. 216-ാമത്തെ പേജ്. ഇബ്നു സിയാദിന്റെ നന്മ ഒരാൾ പറഞ്ഞു പറഞ്ഞാൽ എന്താ പോന്റെ കഥ? ഇബ്നു സിയാദ് ക്രൂരനാണെങ്കിലും അഹ്ലുൽ ബൈത്തിനെ ആദരവോടെ സ്വീകരിച്ചവനാണ്. ഇവനെ ഏടുന്ന് നീച്ചരാ? ഇവനെന്താ അഹ്ലുൽ ബൈത്തിനോട് ഇത്ര പ്രശ്നം? എന്താണ് ഇവന്റെ പ്രശ്നം? എന്താണ് ഇയാൾക്ക് പറ്റിപ്പോയത്? എന്നിട്ട് അന്നത്തെ വലിയ വലിയ സംഭവങ്ങൾ ഇബ്നു ഹജർ തങ്ങൾ അടക്കം അസ്സവായിക്കുൽ മുഹരിക്കയിൽ എഴുതുന്നുണ്ട്. അന്ന് ലോകം മുഴുവനും പ്രശ്നമായി. രക്തം കണ്ടില്ല നിങ്ങൾ? അന്ന് കല്ലുകൾ ഉയർത്തി നോക്കുമ്പോൾ ആ കല്ലിന്റെ അടിയിൽ നിന്ന് വരെ രക്തം വന്ന കഥ. ആ സംഭവം ഉദ്ധരിച്ചിട്ട് ചങ്ങാതി ഇതിൽ പറയാ, ഇത്തരം കഥകളൊക്കെ ഷിയാക്കളുടെ കുതന്ത്രങ്ങളാണ്, വ്യാജ കഥകളാണ്. ഹുസൈനാരെ ഷഹാദത്ത് സമ്മതിച്ചില്ല. യസീദിന്റെ മദ്ഹ് പറയാൻ 2 അധ്യായങ്ങൾ. യസീദ് ചെയ്തത് നിർബന്ധമായ കാര്യമാണെന്നുള്ള വിലയിരുത്തൽ മാത്രമല്ല, അന്നുള്ള സംഭവങ്ങളെ മുഴുവനും വ്യാജ കഥകളാക്കി. വഹാബി പോലും ചോദിക്കാത്ത ചോദ്യം, മറ്റുള്ളവർ ഷഹീദായ പോലെ തന്നെ അല്ലതും, ഇതിനെന്തിനാ ഒരു പ്രത്യേക സങ്കടം? ഞാൻ തറപ്പിച്ചു പറയട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെയുള്ള കേരളത്തിൽ നമ്മൾ ജീവിച്ചാൽ തീർച്ചയായും മനുഷ്യൻ അദാബിൽ ചെന്നെത്തിപ്പോകും. യസീദികൾ ഈ കാലഘട്ടത്തിന്റെ ദുരന്തമാണ്. ഈ മഹ്ദിനൊക്കെ എന്തിനുണ്ടാക്കിയതാ? അടച്ചു പൂട്ടണ്ടേ അത്? എന്തിനാണ് ഈ ഖലീൽ തങ്ങളൊക്കെ അവിടെ ജീവിക്കണം? അഹ്ലുൽ ബൈത്താന്നും പറഞ്ഞിട്ട് മഹ്ദിൻ അക്കാദമി പുറത്തിറക്കിയതാ അത്.
എന്തെല്ലാം തോന്നിവാസങ്ങൾ സയ്യിദു ശുഹദാ ഹുസൈൻ ഇബ്നു അലി അവരെ കുറിച്ച് എഴുതി വെച്ച ഈ ബുക്കിന് ആര് മറുപടി പറയും? ഇത് ഞങ്ങൾ പറയുമ്പോ ചീത്ത പറയാന്നാ പറയുന്ന കാര്യമുണ്ടോ? ഞങ്ങൾ ഇത് ഗൗരവത്തിൽ പറയും. കാരണം ഇതാരെ കുറിച്ചുള്ള സംസാരമാണ്? സയ്യിദുനാ ഹുസൈൻ. ഹുസൈനാരെ കുറിച്ച് ആരാ ഹുസൈൻ? ഇത് പറഞ്ഞപ്പോ ഇമാമിയങ്ങളൊക്കെ കരഞ്ഞിട്ടാണ് ആ ചരിത്രം എഴുതിയത്. ഇമാം ഇബ്നു ഹജർ തങ്ങൾ, നമ്മുടെ ഇമാമിയങ്ങളൊക്കെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായമായി രേഖപ്പെടുത്തി യസീദിന് ലഅനത്ത് ചെയ്യണോ വേണ്ടേ എന്ന് ചർച്ച ചെയ്യുമ്പോ AP സമസ്തയിലെ പ്രധാനപ്പെട്ട സ്ഥാപനം, അയാൾ മുഷാവറയുടെ നേതാവല്ലേ, അയാൾ എന്ത് തങ്ങളാ ആരാധങ്ങളാക്കിയത്? ഇത് വട്ടാതെ അഹ്ലു ബൈത്ത് ചെന്നെത്തുന്ന സ്ഥലമല്ലേ സയ്യിദുനാ ഹുസൈൻ. ഇതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്നത് ഫിത്ന മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ മശായിഖിനെ നമ്മൾ പിടിച്ചത് അല്ലാഹ് നമുക്ക് ചെയ്ത ഏറ്റവും വലിയ നിഅമത്താണ്. നമ്മൾ ഈ എടാകുളത്തിലല്ലേ വരിക. ഹുസൈനാരെ കുറിച്ച് തോന്നിവാസം എഴുതി പിടിപ്പിച്ച ഈ ടീമിന്റെ അനുയായിയാകുന്നതിനേക്കാൾ നല്ലത് മരിച്ചു പോകലല്ലേ കൂട്ടുകാരെ? ഫബത്തുനുൽ അർളി ഖൈറും മിൻ ലഹ്രിഹാ. അവിടെയാണ് നമ്മൾ ശംസുൽ ഉലമയുടെ വഴി പറയുന്നത്. ആ വഴിയല്ലാതെ ഇനി ഇവിടെ രക്ഷല്ല. ആ വഴിയിൽ ഉറച്ചു നിൽക്കുമ്പോ ഔലിയാക്കൾക്ക് നിയന്ത്രണമുണ്ട്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. ആരാ ഹുസൈനാരി അറിയുമോ നിങ്ങൾക്ക്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീരത്തിന്റെ പുറത്ത് കയറിയിരിക്കുന്നതാണ് സയ്യിദുനാ ഹുസൈൻ. അപ്പൊ ആളുകൾ വന്നിട്ട് പറയും, നല്ല വാഹനാണല്ലോ കിട്ടിയിട്ടുള്ളത്, ഹബീബിന്റെ പുറത്തല്ലേ കയറിയിരിക്കുന്നത്. അപ്പൊ ഹബീബായ തങ്ങൾ പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം, വാഹനം മാത്രമല്ല കയറിയ ആളുകളും ഏറ്റവും ഉഷാറാണ്. അതാണ് സയ്യിദുനാ ഹുസൈൻ, സയ്യിദുനാ ഹസൻ, സയ്യിദത്തുനാ ഫാത്തിമ, സയ്യിദുനാ അലി, അഹ്ലു ബൈത്തി റസൂലില്ലാഹ്. അതുകൊണ്ട് സാവിയത്തു സൂഫിയ ഉറക്കെ പറയുന്നു, നമ്മള് ഈ മുഹറം 10 അലിയാരുടെ മദ്ഹ് പറയണം, ഹുസൈനാരുടെ മദ്ഹ് പറയണം, അഹ്ലുൽ അബാഇന്റെ മദ്ഹ് പറയണം, അഹ്ലു ബൈത്തിന്റെ മദ്ഹ് പറയണം. ഞങ്ങൾ അഹ്ലു ബൈത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ പേരിൽ ഞങ്ങളെ ഷിയയാക്കാനാണ് തീരുമാനമെങ്കിൽ ഇമാം ഷാഫിഈ തങ്ങൾ അന്ന് പറഞ്ഞ മറുപടിയാണ് ഇന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. ലൗകാന ഹുബ്ബു ആലി മുഹമ്മദി, പറഞ്ഞില്ലേ, ലൗകാന റഫ്ദൻ ഹുബ്ബു ആലി മുഹമ്മദി. അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം അത് കാരണം ഞങ്ങളെ ഷിയയാക്കാനാണ് തീരുമാനമെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, AP സമസ്തക്കാരെ സാക്ഷി നിന്നോ, അപ്പറഞ്ഞ റാഫിദിയാണ് ഞങ്ങൾ. ഹുസൈനാരെ മദ്ഹ് പറയുക തന്നെ ചെയ്യും. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എല്ലാവരും ഉറക്കെ ചൊല്ലിക്കോളൂ. ലീ ഖംസത്തുൻ ഹർ അൽ വബാഇൽ ഹാതിമ അൽ മുസ്തഫ വൽ മുർതള ഇബ്നാഹുമാ വൽ ഫാത്തിമ.